സോ ഗായ്സ്, ഇന്ന് യൂറോ യു എസ് ഡി അതായത് ഡേ ക്യാൻഡിലില് യൂറോ യു എസ് ഡിയിൽ നമുക്കൊരു കിഡിലൻ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ട്രേഡിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും, എവിടെ എൻട്രി ഇടാം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം, എവിടെ ടി പി വെക്കാം, എന്താണ് ഇതിന്റെ റീസൺ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഡേ ക്യാൻഡിൽ യൂറോ യു എസ് ഡിയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. ഓക്കെ, FXCM ചാർട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. സോ ഈ ഒരു ചാർട്ടില് നമുക്ക് ഇവിടെ ഒരു ബോസ് ഉണ്ടായിട്ടുണ്ട്. ബോസ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെയാണ് അതിന്റെ ഓർഡർ ബ്ലോക്ക് വരുന്നത്. അപ്പൊ ഓർഡർ ബ്ലോക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഫുള്ളായിട്ട് വരയ്ക്കുന്നതിന് പകരം ഇത് ഇത്ര തന്നെ കയറിയിട്ടുണ്ടല്ലോ. സോ ഇതിന്റെ രണ്ട് എൻഡ് ഭാഗങ്ങൾ വരച്ചു വെക്കുക. ഓക്കെ, സോ ഇത്ര മാത്രം നിങ്ങൾ ചെയ്തു വെക്കുക. ഓക്കെ, ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സ്വിങ്ങിന്റെ ഹൈ, അതായത് ഈ ലിക്വിഡിറ്റി ഈ വരുന്ന സ്വിങ് എടുത്തു. ഇനി എക്സ്പെക്ട് ചെയ്യുന്ന ഹൈ എന്ന് പറയുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ അടിയിലത്തെ ലിക്വിഡിറ്റി ആണ്. അതായത് ഈ ഒരു സൈഡത്തെ ലിക്വിഡിറ്റി ആണ് എന്ത് ചെയ്യുക, മാർക്കറ്റ് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് എന്തായാലും ഇങ്ങനെ വന്ന് ഇറങ്ങിയിട്ട് എന്തായാലും മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി കവർ ചെയ്യും. ഓക്കെ, സോ മാർക്കറ്റ് നമുക്ക് രണ്ട് ചാൻസ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ഇറങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, കുറച്ച് ഇറങ്ങിയിട്ട് ഒന്ന് റീടെസ്റ്റ് അടിക്കുന്ന പോലെ കാണിച്ചിട്ട് മൊത്തമായിട്ട് ഇറങ്ങും. ഓക്കെ, സോ രണ്ട് ചാൻസ് ആണ് ഇവിടെ ഉള്ളത്. സോ ഈ ട്രേഡ് ആരും മിസ്സാക്കണ്ട. ഇത് ഒരു ക്വിക്ക് വീഡിയോ പോലെ ചെയ്യാണ്. ഓക്കെ, സോ ഈ ട്രേഡ് ആരും മിസ്സാക്കണ്ട. ഓക്കെ, സോ ഇതൊരു കിഡിലൻ ട്രേഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ലിക്വിഡിറ്റി കവർ ചെയ്തു. ഇനി എന്തായാലും മാർക്കറ്റ് ഓൾറെഡി ഡൗൺ ട്രെൻഡ് ആണ്. ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തു. ഇനി മാർക്കറ്റ് എന്ത് ചെയ്യണം, ആ ഡീലെത്തണം. സോ ഈ ഒരു ലിക്വിഡിറ്റി കവർ ചെയ്യും. ഇപ്പൊ ഞാൻ ഓൾറെഡി എൻട്രി ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ എൻട്രി ഇട്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഡേ വണ്ണിലാണ് ഞാൻ എൻട്രി ഇട്ടിട്ടുള്ളത് കേട്ടോ. സോ നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഞാൻ എൻട്രി ഇട്ടിട്ടുണ്ട് ഓൾറെഡി. സോ ഞാൻ ആ ലെവലിൽ എത്തിയപ്പോൾ എൻട്രി ഇട്ടു. സോ ആ എൻട്രി ഇപ്പൊ ഏകദേശം $50, $15 പ്രോഫിറ്റ് ആണ്. $15 ഇപ്പൊ തന്നെ $15 പറയുമ്പോൾ ഏകദേശം എത്ര, 12,000 രൂപയായി. 1500 1200 രൂപയോളം ആയി. ഓക്കെ, 1200 രൂപയോളമായി. സോ ഇതിന്റെ ടി പി ഞാൻ വെച്ചിരിക്കുന്നത് $243, അതായത് ഏകദേശം 21,000 രൂപ. ഓക്കെ, അതേപോലെ തന്നെ വെറും എസ് എൽ വെച്ചിട്ടുള്ളത് എത്ര അറിയോ, $61 ആണ് എസ് എൽ വെച്ചിട്ടുള്ളത്. $61 പറയുമ്പോൾ ഏകദേശം 5,000 രൂപ. 5,000 രൂപ വെച്ചിട്ട് 21,000 രൂപേന്റെ പ്രോഫിറ്റ് ആണ് ഈ ട്രേഡ് ടി പി അടിച്ചാൽ കിട്ടാൻ പോണത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ട്രേഡ് മിസ്സാക്കണ്ട. ഈ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക കൺഫർമേഷൻ ആണ്. നിങ്ങൾക്ക് ഇത് പ്രോപ്പർ ആയിട്ട് ഇടാൻ പറ്റും. ഓക്കെ, ഇത് ഡേ ക്യാൻഡിലാണ്. പിന്നെ ഇതൊരു ലോങ് ട്രേഡും കൂടിയാണ്. പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, ടി പി അടിക്കില്ല, ടൈം പിടിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇനിയും വഴിയെ എൻട്രീസ് വരുന്നുണ്ട്. സോ നമ്മൾ വീഡിയോ ആയിട്ട് ഇടും, നമ്മൾ ഡിസ്കോഡിൽ ഇടും. ഓക്കെ, സോ നിങ്ങൾ ഡിസ്കോഡിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്തോ. ഓക്കെ, സോ ഈ ഒരു ക്വിക്ക് വീഡിയോ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഈ ഇൻഫോർമേഷൻസ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഒരു 2 ദിവസം എന്തായാലും ഇതിന്റെ എൻട്രി മൊഡ്യൂൾ ഇങ്ങനെ കടന്ന് കളിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് പയ്യെ ഇറങ്ങാൻ തുടങ്ങുള്ളൂ. സോ നിങ്ങൾ വീഡിയോ എന്താണോ കാണുന്നത് അന്നത് എൻട്രി നിങ്ങൾ നോക്കിയിട്ട് താന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻട്രി പൊസിഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇടാൻ നോക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കോഡിൽ വന്നാൽ മതി. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ നാളെ നമ്മൾ രാത്രി ഒരു ക്ലാസ്സിന്റെ വീഡിയോ വരുന്നുണ്ട്. നമ്മുടെ ഫ്രീ ട്രേഡിംഗ് കോഴ്സിന്റെ ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.